CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പഞ്ചായത്ത് ഓഫീസിൽ തുടങ്ങി. പഞ്ചായത്തിൽ സമർപ്പിച്ചവർ അതാത് വരണാധികാരികളുടെ നേതൃത്വത്തിലാണ് പരിശോധിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിൽ സ്വതന്ത്ര മുന്നണി കൈസഹായത്തിൽ മത്സരിക്കും. CPM വിമതരായ സ്വതന്ത്ര മുന്നണിയും UDFുമാണ് ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായത്. 36 സീറ്റിൽ 26 വാർഡിൽ UDFും 8 എണ്ണത്തിൽ സ്വതന്ത്ര മുന്നണിയും മത്സരിക്കും. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്ത് പെരിന്തൽമണ്ണ മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്യാം പ്രസാദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നാണ് ശ്യാം പ്രസാദ് ജനവിധി തേടുന്നത്. വെള്ളിനേഴിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് CPIയിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി. 10ഓളം ആളുകളാണ് CPIയിൽ ചേർന്നത്. സ്വീകരണ യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിനേഴിയിൽ CPMൽ നിന്നും BJPയിൽ നിന്നും രാജിവെച്ചുകൊണ്ട് ആളുകൾ CPIയിൽ ചേർന്നു. 10ഓളം ആളുകളാണ് CPIയിൽ ചേർന്നത്. സ്വീകരണ യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആലുംകുണ്ടിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. V സരോജിനി, ശിവദാസ് കുറുവട്ടൂർ, T ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു പ്രസംഗിച്ചു. CCN ചെർപ്പുളശ്ശേരി. തച്ചനാട്ടുകര പഞ്ചായത്തിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് പ്രശ്നത്തിന്റെ പേരിൽ നീണ്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ചതായി UDF ഭാരവാഹികൾ അറിയിച്ചു. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചതായും എന്നാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള സ്ഥാനാർത്ഥിയുടെ പ്രചരണം നടക്കുന്നതിൽ UDFന് യാതൊരു പങ്കുമില്ല എന്നും നേതാക്കൾ അറിയിച്ചു. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയാണ് ഇത്തവണയും ലിസ്റ്റ് UDF പ്രസിദ്ധീകരിച്ചത്. ആകെയുള്ള 16 സീറ്റിൽ 10 സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത്. ഇതിൽ 5 ജനറൽ വാർഡുകളും 2 വനിതാ ജനറൽ വാർഡുകളും 2 SC വനിതാ വാർഡുകളും 1 SC ജനറൽ എന്നിങ്ങനെയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥികളായ PT സിദ്ദിഖ്, ആറ്റ ബേബി, MC രമണി എന്നിവരെ ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടികയിൽ ലീഗിൽ സ്ഥാനം പിടിച്ചു. എന്നാൽ കോൺഗ്രസിൽ ഇത്തവണ എല്ലാവരും പുതുമുഖങ്ങളാണ്. ചെറുപ്പക്കാർക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് പാർട്ടി 3 പ്രാവശ്യം മത്സരിച്ചവർക്ക് സീറ്റ് കൊടുക്കാൻ പാടില്ല, യുവാക്കൾക്ക് 30% പ്രാതിനിധ്യം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ 70% യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. 4 പ്രാവശ്യം മത്സരിച്ചവരിൽ മത്സരിക്കാൻ പാടില്ല, യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ഇവിടെ ശക്തമായി ചെറുപ്പക്കാർക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചെത്തല്ലൂർ ബ്ലോക്ക് ഡിവിഷനിൽ കുണ്ടൂർക്കുന്നിലെ മഞ്ചാടിക്കൽ തങ്കത്തിനെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. വിശദീകരണ യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി MS അലവി, പഞ്ചായത്ത് സെക്രട്ടറി ഹംസ, പഞ്ചായത്ത് പ്രസിഡന്റ് CP അലവി, ട്രഷറർ സെയ്ദ് മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് കരീം ഹാജി, കുഞ്ഞലവി കരിമ്പനക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. CCN ചെത്തല്ലൂർ. CDS ജനറൽ ബിപിൻ റാവത്തറിന്റെ സൈനികർക്കെതിരായ ശുപാർശകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NEXCC പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കോങ്ങാട് പാറശ്ശേരി പോസ്റ്റ് ഓഫീസിന് മുമ്പിലായിരുന്നു സമരം.
CDS ജനറൽ ബിപിൻ റാവത്തിന്റെ സൈനികർക്കെതിരായ ശുപാർശകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 1000 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം കാലത്ത് 11 മണിക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുൻപിൽ NEXCC കോങ്ങാട് യൂണിറ്റ് നടത്തിയ പ്രതിഷേധ സമരത്തിൽ കോങ്ങാട് കടമ്പഴിപ്പുറം യൂണിറ്റ് അംഗങ്ങളും ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ KA, ജില്ലാ സെക്രട്ടറി ചന്ദ്രമോഹൻ P എന്നിവരും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചതായി പരാതി. 11ാം വാർഡ് ചങ്ങിലേരി ശാന്തിനഗർ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് കുമരംപുത്തൂർ പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളും കൊടികളും നശിപ്പിച്ചതായി പരാതി. 11ാം വാർഡ് ചങ്ങലേരി ശാന്തിനഗർ LDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണ ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത്. ബുധനാഴ്ച രാത്രിയോടെയാണ് സംഭവം. സംഭവത്തിന് പിന്നിൽ UDF പ്രവർത്തകരാണെന്ന് DYFI ആരോപിച്ചു. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 11ാം വാർഡിൽ പുറത്തുനിന്ന് വോട്ട് കൊണ്ടുവന്ന് പല വാർഡുകളിൽ നിന്ന് വോട്ട് ഇതിലേക്ക് ചേർത്തിട്ടാണ് ഇവിടുത്തെ UDF ജയിച്ചു കയറാറ്. ഇപ്പോൾ ഈ തവണ ഏകദേശം 70ഓളം വോട്ട് ഇവിടെ നിന്ന് ട്രാൻസ്ഫറായി മറ്റു വാർഡുകളിലേക്ക് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ 50ഓളം വോട്ടിൻ്റെ ചേർത്തതിൻ്റെ ഭൂരിപക്ഷമുണ്ട്. അതിൽ വിരളി പൂണ്ട ചില UDFിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കാലിൻ്റെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന ഭീതിയിൽ വേട്ട കൊണ്ട് CPMനെയും CPIയെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് CPIയുടെ പ്രവർത്തന ഫണ്ടിൻ്റെ പോസ്റ്റർ സ്കൂൾപ്പടി പ്രദേശത്തു നിന്നും നെല്ലിപ്പടി പ്രദേശത്തു നിന്നും നശിപ്പിക്കപ്പെട്ടു. ഇന്നലെ രാത്രി ഏകദേശം 11 മണിക്ക് ശേഷമാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഞങ്ങളുടെ ഫ്ലെക്സും അതുപോലെ തന്നെ ഇവിടെ 12ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട്. 11ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് മാത്രം ലക്ഷ്യമിട്ട് തകർക്കുകയും അതുപോലെ തന്നെ CPIയുടെ പ്രവർത്തന ഫണ്ടിൻ്റെ പോസ്റ്ററും തകർത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ചിഹ്നം പതിച്ച എല്ലാ പരസ്യങ്ങളും തകർക്കുന്ന രൂപത്തിലായിട്ടുണ്ട്. CPMനെയും CPIയെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ഇരു പാർട്ടികളുടെയും ബോർഡുകളും തോരണങ്ങളും നശിപ്പിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. അത് വില പോവില്ലെന്ന് DYFI മേഖലാ സെക്രട്ടറി വിഷ്ണു പറഞ്ഞു. ഏതെങ്കിലും ചില UDFിൻ്റെ ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്ത് ഞങ്ങളെ തകർക്കാമെന്ന് വിചാരിച്ചാൽ ആ വ്യാമോഹം ഒരിക്കലും നടക്കില്ല. ജനങ്ങളാണ് വിധി എഴുതുന്നത്. ഇത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരായി ശക്തമായ വോട്ടിങ്ങിലൂടെ ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ CPIയെയും CPMനെയും തമ്മിൽ തല്ലിച്ചുകൊണ്ട് ഈ വാർഡ് പിടിക്കാമെന്നുള്ള വ്യാമോഹം കയ്യിൽ 8ആയി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് എനിക്കിതിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ജുനു, മുസ്തഫ, അസീസ് എന്നിവരും പ്രതിഷേധമറിയിച്ചു. CCN മണ്ണാർക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. മുന്നണികളും സ്വതന്ത്രരുമായി 266 പത്രികകളാണ് സമർപ്പിച്ചത്. ജില്ലാ പഞ്ചായത്തുകളിലേക്കായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകൾ കലക്ടറേറ്റിലും നഗരസഭ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിൽ സമർപ്പിച്ചിട്ടുള്ളവ അതാത് സ്ഥാപനങ്ങളിലുമായി വരണാധികാരികളുടെ നേതൃത്വത്തിൽ പരിശോധിക്കും. രാവിലെ 10 മുതൽ പരിശോധന ആരംഭിക്കും. നവംബർ 23 വൈകിട്ട് 3 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്നതാണ്. UDFിന്റെ 29 വാർഡുകളിലായി 15 വാർഡിൽ മുസ്ലിം ലീഗും 10 വാർഡിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് RSP ഓരോ വാർഡിലും അവശേഷിക്കുന്ന 2 വാർഡുകളിൽ പൊതു സ്വതന്ത്രരുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ LDF 2 വിഭാഗമായാണ് നഗരസഭയിൽ പ്രവർത്തിച്ചത്. പിന്നീട് 1-2 സീറ്റുകൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിനു വേണ്ടി ഒന്നായവരെ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറിയും 17ാം വാർഡ് സ്ഥാനാർത്ഥിയുമായ ഫായിദ ബഷീർ പറഞ്ഞു. 2 വിഭാഗമായിക്കൊണ്ട് വികസന കാര്യത്തിൽ ഒരു പിന്തിരിപ്പൻ നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇങ്ങനെയൊക്കെ 5 വർഷം പൂർത്തിയാക്കി കൗൺസിൽ കഴിഞ്ഞ് അപ്പുറത്ത് ഇനിയും പാമ്പുമായി നിന്നിരുന്ന ആളുകൾ 1-2 സീറ്റ് തൻ്റെ വിഭാഗത്തിൽ ലഭിച്ചപ്പോൾ ഞങ്ങൾ ഒന്നായി എന്ന് പറയുന്നത് ആ ഒരു ഒന്നാവൽ തീർച്ചയായിട്ടും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരുടെ LDFിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വരെ അവർക്ക് കഴിയുന്നില്ല. ഇവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതോ അവരുടെ മേൽ ഘടകത്തിൽ നിന്ന് നൂലിട്ട് ഇറക്കിക്കൊണ്ട് അവിടെ നീ നിന്നോ ഇവിടെ നീ നിന്നോ എന്നുള്ള രൂപത്തിൽ നമുക്കറിയാം ഏട്ടനും അഞ്ചനുമാണ് 23-24 വാർഡിൽ മത്സരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത വോട്ട് ചേർത്ത ഒരുപാട് കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരുപാട് നേതാക്കന്മാർ പ്രാദേശികമായിട്ടുണ്ട്. അവർക്കൊന്നും സീറ്റ് കൊടുക്കാതെ ഒരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ടാണ് ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത് എന്ന് ഇവിടെ പറയാതെ വയ്യ.
NDA സഖ്യവും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാൻ രംഗത്തുണ്ട്. 22 വാർഡുകളിലായാണ് NDA ഇത്തവണ മത്സരിക്കുന്നത്. മറ്റ് 3 വാർഡുകളിലായി BDJS-ഉം ശിവസേനയുമാണ് മത്സരിക്കുന്നത്. BJP വിജയിക്കരുതെന്ന ധാരണയോടെ UDF, LDF മുന്നണികൾ സീറ്റുകൾ വെച്ചുമാറുന്നുണ്ടെന്നും ഇത്തരത്തിലുള്ള അപമാനകരമായ രാഷ്ട്രീയ സാഹചര്യം ഇല്ലെങ്കിൽ 10 സീറ്റുകളിൽ വിജയിക്കാനാവുമെന്നും BJP ജില്ലാ ഭാരവാഹി ജയകുമാർ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധികൾ ജയിക്കരുത് എന്ന നിലയ്ക്ക് ഇടത് വലത് മുന്നണികൾ കൂട്ടുകെട്ടായി ഓരോ സീറ്റുകൾ വെച്ചു മാറുന്ന രീതിയിൽ കച്ചവടം നടത്തുന്ന രീതിയിൽ ചില ചർച്ചകൾ നടത്തുന്നതായി ഞങ്ങൾ കേട്ടു. തീർത്തും അപമാനകരമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ഷം ഞങ്ങൾ 9-10 മെമ്പർമാരെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്നു. അതേസമയം LDF മുന്നണിയാവട്ടെ ഇനിയും സ്ഥാനാർത്ഥികളുടെ പൂർണ്ണരൂപം പുറത്തുവിട്ടിട്ടില്ല. നിലവിൽ CPM, CPI പാർട്ടികൾ അവരവരുടെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായാണ് സൂചന. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ മറ്റു തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കിയതുപോലെ പ്രാവർത്തികമാക്കാൻ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ലെന്നും LDF തീരുമാനിക്കുന്ന പൊതു സ്വതന്ത്രരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് CPIM-ഉം CPI-യും സ്വീകരിക്കുന്നതെന്നും CPM, CPI വിഭാഗീയതയ്ക്ക് മറുപടിയായി CPIM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാർ സമഗ്ര മേഖലയിലും വലിയ വികസനമാണ് കൊണ്ടുവന്നത്. ആ വികസനത്തിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് നഗരസഭയിലെ വൈവിധ്യമാർന്ന ജനങ്ങളുടെ വലിയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥികളെ വാർഡിലെ അവരുടെ ജനകീയ പിന്തുണയ്ക്ക് അനുസരിച്ചുകൊണ്ട് സ്വതന്ത്രന്മാരുൾപ്പെടെ വലിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഞങ്ങൾ 2 കൂട്ടരും സ്വീകരിച്ചിരിക്കുന്നത്. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് പ്രദേശങ്ങളിലെ മലയോര കർഷകരുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി പാലക്കാട് രൂപതാ ബിഷപ്പും മാർ ജേക്കബ് മാനത്തോട് PK ശശി MLA-യുമായി കൂടിക്കാഴ്ച നടത്തി. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MLA മാധ്യമങ്ങളോട് പറഞ്ഞു. കസ്തൂരി രംഗൻ ബഫർ സോൺ സംരക്ഷണത്തിന്റെ ഭാഗമായി മണ്ണാർക്കാട് പ്രദേശങ്ങളിലെ മലയോര കർഷകരുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി അടിയന്തരമായി കർഷകരുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലെത്തിക്കുന്നതിനു വേണ്ടിയാണ് പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ ജേക്കബ് മാനത്തേടത്ത് PK ശശി MLA-യുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാവിലെ 11-ന് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വിഷയത്തിൽ ഇതര ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയുള്ളതാവണമെന്നും മറ്റുള്ള നിയമങ്ങൾ സാമാന്യനീതി നിരക്കുന്നതല്ലെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MLA PK ശശി മാധ്യമങ്ങളോട് പറഞ്ഞു. കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും ബഫർ സോണുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആയിരക്കണക്കിന് കൃഷിക്കാരുടെ നിലനിൽപ്പ് അസാധ്യമായിരിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായും ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ വലിയ പ്രതീക്ഷയാണ്. കൃഷിക്കാരെ പോലെ തന്നെ അവർക്ക് വേണ്ടി സംസാരിച്ച തിരുമേനിയും ഈ ആശയമാണ് പങ്കുവച്ചത്. എൻ്റെ മനസ്സിലുള്ള ആശയം ഇത് ജില്ലയിലെ ഇതര ജനപ്രതിനിധികളെ കൂടി അവരുമായിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തികച്ചും നീതിപൂർവകമായ ഒരു പ്രശ്നമാണിത്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതായിരിക്കണം എല്ലാ നിയമങ്ങളും. ഇരുമ്പിൻ്റെ ഒരക്ക പോലെ ഉള്ള നിയമങ്ങൾ അതേപടി നടപ്പാക്കുക എന്നത് ഒരു സാമാന്യ നീതിക്ക് നിരക്കുന്നതല്ല. CCN മണ്ണാർക്കാട്. കാട്ടുപന്നികളിൽ നിന്ന് കർഷകർക്ക് ആശ്വാസമായി ഒരു യന്ത്രം നിർമ്മിച്ചിരിക്കുകയാണ് അജീഷ്. കാട്ടുപന്നികൾക്ക് പുറമെ മയിലുകൾ, കിളികൾ തുടങ്ങിയവയെ ഓടിക്കാനും പുതിയ യന്ത്രം ഗുണം ചെയ്യുമെന്ന് കർഷകർ പറഞ്ഞു. വിൻഡ് പവർ എന്നാണ് യന്ത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് എല്ലാ വശത്തേക്കും തിരിയുന്ന പങ്കയും അതിന്റെ വേഗതയ്ക്കനുസരിച്ച് യന്ത്രത്തിൽ ഘടിപ്പിച്ച സ്റ്റീൽ പ്ലേറ്റിൽ നിന്ന് ശബ്ദമുയർത്തുന്ന സംവിധാനമാണ് ഇതിലുള്ളത്. ശബ്ദം കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും സാധ്യമാകുന്ന രീതിയിലാണ് സംവിധാനം. തന്റെ സുഹൃത്തായ ശശി എന്ന കർഷകന്റെ ആവശ്യപ്രകാരം പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയത് വിജയിച്ചതോടെയാണ് കൂടുതൽ നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. ഇപ്പോൾ വളരെ 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 കുറവുണ്ട്. പിന്നെ ആ വെജിറ്റേഷൻ വരുമ്പത്തെ കൂടെ ഒന്നും പന്നി വന്നിട്ടില്ല. അതേപോലെ കിളികളുടെ ഉപദ്രവം വളരെ കുറവുണ്ട്. പിന്നെ കണ്ണി കണ്ടത് ഇപ്പോൾ പട്ടി നായ്ക്കളും കൂടി വരില്ല പറഞ്ഞ മാതിരിയാണ്. ഇതിൻ്റെ ആ ശബ്ദം ഇങ്ങനെ കിടി 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 പറഞ്ഞത്. പക്ഷേ രാത്രി ചെറിയ ബുദ്ധിമുട്ട് അടുത്തുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം. ഇപ്പോൾ പിന്നെ അതൊന്നും വിഷയമല്ലാതായിരുന്നു. അതെ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി മാറ്റിട്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഐഡിയ ആണത്, ഒരു സംശയമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പാടത്ത് നെല്ല് വിളയുമ്പോഴാണ് ഈ പന്നി ശല്യം കൂടുതൽ. ഇപ്പോൾ വരമ്പിനെ ശല്യമുള്ളൂ. നെല്ല് വിളഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് പറ്റുക ഈ നെല്ലിൽ കിടന്ന് ഉരുണ്ട് ആകെ നാശാക്കും. അപ്പോൾ അതിന് വളരെ വളരെ ഉപകാരമുള്ളൊരു സ്ഥലം ഇതാണ്
എൻ്റെ അഭിപ്രായം. ആറാണി, വാണിയംകുളം, മനശ്ശേരി ഭാഗങ്ങളിൽ കൃഷിയിടത്ത് യന്ത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കർഷകർ ആവശ്യമായി വരുന്നുണ്ടെന്നും അജീഷ് പറഞ്ഞു. ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കറണ്ടൊന്നും ഇല്ലാതെ തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്ഥിരമായിട്ട് എങ്ങനെ അത് പ്രവർത്തിപ്പിക്കാം, മഴയും വെയിലൊന്നും കൊണ്ടാലും പ്രശ്നമില്ലാത്ത രീതിയിൽ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ കടയിൽ ഇരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒഴിവുവേളകളിലൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പിന്നെ ഒരെണ്ണം പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവച്ചു. പിന്നെ നല്ല സക്സസ് ആണ് സംഗതി. അപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഓർഡർ കൊണ്ട് വരുന്നുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിലാണ് നിർമ്മാണം. പഴയ ഫാൻ പങ്കുകളും ബെയറിങ്ങും സ്റ്റീൽ പ്ലേറ്റുകളുമാണ് ഇതിനായി ഉപയോഗിച്ചത്. രാത്രിയിൽ കത്തുന്ന രീതിയിലുള്ള ലേസർ ലൈറ്റുകളും സോളാർ സംവിധാനത്തിൽ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് അജീഷ് പറയുന്നു. അപ്പോൾ ഇനി കുറച്ചും കൂടെ ചിലവ് ചുരുക്കിയിട്ട് ചെയ്തു കൊടുക്കാം. ആദ്യം ഒരു 1100 രൂപയൊക്കെ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ചിലവ് കൂടുതലായിരുന്നു. ഇനി കുറച്ച് ചിലവ് ചുരുക്കിയിട്ട് ചെയ്തു കൊടുക്കാനുള്ളൊരു പദ്ധതിയിലാണ്. ഒരുപാട് പേർക്ക് ഈ കുരങ്ങന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ടും പന്നിശല്യം, ഈ പടക്കം പൊട്ടിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഇത് യാതൊരു കറണ്ടിൻ്റെ ആവശ്യമില്ല, അപകടമില്ല. പിന്നെ നമ്മുടെ ഈ ആനയൊക്കെ മരിച്ചല്ലോ, പായൽ പടക്കം പൊട്ടിയിട്ട് പൈനാപ്പിൾ കഴിച്ചിട്ട്, അതൊക്കെ മനസ്സിനെ വളരെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ അവർക്ക് വന്യമൃഗങ്ങൾക്കും ജീവിക്കണം. അവർ ആഹാരം തേടി വരുന്ന സമയത്ത് നമ്മളവരെ കൊല്ലാതെ തന്നെ ഇത് പേടിപ്പിച്ച് വിട്ടാൽ മതി. നമ്മുടെ വിളകൾക്കൊരു സംരക്ഷണമായി, അവരുടെ ജീവന് അപകടമില്ല, ആപത്തുമില്ല. ആ ഒരു രീതിയിലാണ് പിന്നെ അങ്ങനത്തെ ഒരു ആശയം വന്നത്. 16-ാം വയസ്സിൽ തുടങ്ങിയതാണ് ഓട്ടോമൊബൈൽ വർക്കുകൾ. ഇപ്പോൾ വലിയ വാഹനങ്ങളുടെ ക്ലച്ച് റിപ്പയറിംഗ് കട മനശ്ശേരിയിൽ നടത്തുകയാണ് അജീഷ്. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിൽ സ്വതന്ത്ര മുന്നണി കൈസഹായത്തിൽ മത്സരിക്കും. CPM വിമതരായ സ്വതന്ത്ര മുന്നണിയും UDFുമാണ് ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായത്. 36 സീറ്റിൽ 26 വാർഡിൽ UDFും 8 എണ്ണത്തിൽ സ്വതന്ത്ര മുന്നണിയും മത്സരിക്കും. UDFും CPIM വിമതരായ സ്വതന്ത്ര മുന്നണിയുമാണ് ഒരുമിച്ച് മത്സരിക്കാൻ ധാരണയായത്. 36 സീറ്റിലെ 26 സീറ്റിൽ UDFും 8 എണ്ണത്തിൽ സ്വതന്ത്ര മുന്നണിയും മത്സരിക്കും. മറ്റു 2 സീറ്റുകളിൽ പൊതു സ്വതന്ത്രർക്ക് പിന്തുണ നൽകുമെന്നും കോൺഗ്രസ് അറിയിച്ചു. 2010-ൽ നഗരസഭാ ഭരണം സ്വതന്ത്ര മുന്നണിയുടെ പിന്തുണയോടെ UDF പിടിച്ചെടുത്തിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ ധാരണയുണ്ടാക്കി ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം. ഒറ്റപ്പാലത്തിന് പുറമെ വാണിയംകുളത്തും സ്വതന്ത്ര മുന്നണി UDF ധാരണയായിട്ടുണ്ട്. നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷനും 2 കൗൺസിലർമാരും ഇത്തവണ മത്സരിക്കുന്നു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നഗരസഭയിലെ CPM വിമതരായ സ്വതന്ത്ര മുന്നണിക്കും വിമത സ്ഥാനാർത്ഥി. വാർഡ് 28 കണ്ണിയമ്പുറം കിള്ളിക്കാവിലാണ് സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥി ഉള്ളത്. ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് 28 കണ്ണിയമ്പുറം കിള്ളിക്കാവിലാണ് സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയുള്ളത്. മുൻപ് കൗൺസിലറായിരുന്ന സ്വതന്ത്ര മുന്നണിയിലുണ്ടായിരുന്ന M മുരളിയാണ് വിമതനായി മത്സരിക്കുന്നത്. സ്വതന്ത്ര മുന്നണിക്കെതിരെ സ്വതന്ത്ര ജനകീയ മുന്നണി എന്ന പേരിലാണ് മത്സരം. പൂർത്തിയായ ഭരണസമിതിയിലെ കിള്ളിക്കാവ് വാർഡ് കൗൺസിലറായിരുന്ന A രൂപ ഉണ്ണിയാണ് ഇത്തവണയും സ്വതന്ത്ര മുന്നണി സ്ഥാനാർത്ഥി. 2015-ൽ ഇത് വനിതാ സംവരണ വാർഡായിരുന്നു. ഇത്തവണ ജനറൽ വാർഡായതോടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കങ്ങളുണ്ടായി. പുരുഷ സ്ഥാനാർത്ഥി വേണമെന്ന വാദമാണ് താൻ ഉയർത്തിയതെന്നും അത് മുന്നണി നിഷേധിച്ചുവെന്നും മുരളി പറയുന്നു. ഇതോടെയാണ് സ്വതന്ത്ര ജനകീയ മുന്നണി രൂപീകരിച്ച് സ്ഥാനാർത്ഥിയായതെന്നും സ്വതന്ത്ര മുന്നണിയിലും ഏകാധിപത്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ മുന്നണിയുടെ തീരുമാനം രൂപ ഉണ്ണിയെ മത്സരിപ്പിക്കാനായിരുന്നുവെന്ന് സ്വതന്ത്ര മുന്നണി സെക്രട്ടറി SR പ്രകാശ് പ്രതികരിച്ചു. 2010-ൽ UDF നേതൃത്വം നൽകിയിരുന്ന ഭരണസമിതിയിൽ സ്വതന്ത്ര മുന്നണിയുടെ കൗൺസിലറായിരുന്നു മുരളി. അന്ന് സ്വതന്ത്ര മുന്നണിയുടെ പിന്തുണയോടെയാണ് UDF ഭരിച്ചിരുന്നത്. ഇത്തവണ സ്വതന്ത്ര മുന്നണി ഉണ്ടാക്കിയ ധാരണ പ്രകാരം വാർഡിൽ UDFന് സ്ഥാനാർത്ഥിയില്ല. LDFിൽ CPMന്റെ P രമേഷ് കുമാറാണ് കിള്ളിക്കാവിലെ സ്ഥാനാർത്ഥി. BJPക്കായി A പ്രസാദാണ് വാർഡിൽ മത്സരിക്കുന്നത്. CPM വിമതർക്കും വിമതർ വന്നതോടെ വാർഡിൽ തിരഞ്ഞെടുപ്പിൽ തീപാറും. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK മുസ്തഫ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ അരക്കുപറമ്പ് ഡിവിഷനിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായാണ് AK മുസ്തഫ ജനവിധി തേടുന്നത്. താഴേക്കോട് അരക്കുപറമ്പ് ഡിവിഷനിൽ നിന്നും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണ് പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ AK മുസ്തഫ ജനവിധി തേടുന്നത്. MLA മഞ്ഞളാംകുഴി അലി, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം AK മുസ്തഫ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. MP PK കുഞ്ഞാലിക്കുട്ടി, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫായും AK മുസ്തഫ പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് മികച്ച വിജയം കൈവരിക്കാനാകുമെന്ന് AK മുസ്തഫ പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലായിട്ട് സീറ്റുകൾ ലഭിക്കും എന്നാണ് ഞങ്ങൾ ആശിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ അവസാന ദിവസമാണ്.
എല്ലാ സഹപ്രവർത്തകരെയും പോലെ ഞാനും ഇന്ന് നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും, അതായത് ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ മത്സരിക്കുന്ന സഹപ്രവർത്തകന്മാർ എല്ലാവരും ഇന്നു മുതൽ ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അവരുടെ ഇടയിൽ തന്നെ അവരുടെ ക്ഷേമവും ഐശ്വര്യവും അവരുടെ വികസനവും മാത്രം ലാക്കാക്കി പ്രവർത്തിച്ചിരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള BJP സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ 9 ഡിവിഷനുകളിലേക്കാണ് BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. 17 ഡിവിഷനുള്ള ബ്ലോക്ക് പഞ്ചായത്തിൽ 9 ഡിവിഷനിലേക്കാണ് BJP സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. BJP മണ്ഡലം നേതാക്കൾക്കൊപ്പമാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മേലാറ്റൂർ ഡിവിഷനിൽ അശ്വതി, ചെമ്മാണിയോട് ഡിവിഷനിൽ രാജേഷ്, വെട്ടത്തൂർ ഡിവിഷനിൽ സാജൻ, അരക്കുപറമ്പ് ഡിവിഷനിൽ മനോജ് കുമാർ, ആലിപ്പറമ്പ് ഡിവിഷനിൽ രാമനുണ്ണി, ആനമങ്ങാട് ഡിവിഷനിൽ റാണി, ഏലംകുളം ഡിവിഷനിൽ മണികണ്ഠൻ, കുന്നക്കാവ് ഡിവിഷനിൽ ഉണ്ണികൃഷ്ണൻ, കുരുവമ്പലം ഡിവിഷനിൽ സിന്ധു എന്നിവരാണ് ജനവിധി തേടുന്നത്. ബ്ലോക്കിൽ മികച്ച വിജയം കൈവരിക്കാൻ BJPക്ക് കഴിയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പരമാവധി എല്ലാവർക്കും സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. ഒരു NDA ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള രീതിയിൽ ഘടകകക്ഷികളെല്ലാം കൂട്ടിപ്പിടിച്ച് NDA എന്നുള്ള രീതിയിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. പല സ്ഥലങ്ങളിലും ത്രികോണ മത്സരങ്ങളാണ് നടക്കുന്നത്. മണ്ഡലത്തിലുടനീളം NDAയുടെ ഒരു ശക്തി എല്ലായിടത്തും ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇത് നോമിനേഷൻ കൊടുത്ത് നാളെ സ്കൂട്ടിനും കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പരമാവധി ശക്തി ഉപയോഗിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 175 പേരാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പത്രിക സമർപ്പിച്ചത്. 17 ഡിവിഷനുള്ള പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് പൂർത്തിയായത്. 175 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിച്ചു കഴിഞ്ഞത്. 17 ഡിവിഷനിൽ 8 ഡിവിഷൻ പുരുഷന്മാരും 9 ഡിവിഷനിൽ സ്ത്രീകളുമാണ് മത്സര രംഗത്തുള്ളത്. 8 ഡിവിഷനിൽ നിന്നായി 92 നാമനിർദ്ദേശ പത്രികകൾ പുരുഷന്മാർ സമർപ്പിച്ചു കഴിഞ്ഞു. 9 ഡിവിഷനിൽ നിന്ന് 83 നാമനിർദ്ദേശ പത്രികകളാണ് വനിതകൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകളും ഉൾപ്പെടുന്നു. നവംബർ 21 ശനിയാഴ്ചയോടെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയമാണ്. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കൽ കഴിഞ്ഞാൽ മാത്രമേ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ കൂടുതൽ സ്ഥാനാർത്ഥി ചിത്രങ്ങൾ വ്യക്തമാവുകയുള്ളൂ. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. MLA മഞ്ഞളാംകുഴിയാലി, മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ 17 ഡിവിഷനിലേക്കും UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. MLA മഞ്ഞളാംകുഴിയാലിയുടെ സാന്നിധ്യത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന് മികച്ച വിജയം കാഴ്ചവെക്കാനാകുമെന്ന് MLA പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. എല്ലാ പഞ്ചായത്തുകളിലും മുൻകാലങ്ങളൊന്നും കാണാത്ത രീതിയിലുള്ള വീറും വാശിയും UDF പ്രവർത്തകരുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മുൻകാലങ്ങളൊന്നും കിട്ടാത്ത പഞ്ചായത്തുകളടക്കം ഈ പ്രാവശ്യം UDF ഭരിക്കാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ജനങ്ങൾ മുഴുവനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്തിൻ്റെ പോക്ക് ഇങ്ങോട്ടാണെന്നും ഇന്നത്തെ ഈ രാഷ്ട്രീയ കളികൾ അതെന്തിനു വേണ്ടിയുള്ളതാണെന്നൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ LDFനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരടക്കം മുന്നിൽ നിരയിലേക്ക് വന്നുകൊണ്ട് UDFനെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെന്നതാണ് പരമാവധി. വലിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഒരു സംശയവുമില്ല. പെരിന്തൽമണ്ണ ബ്ലോക്കും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളൊക്കെയും UDFന്റെ കീഴിലാവും എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ അരക്കുപറമ്പ് ഡിവിഷനിൽ നിന്നും പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK മുസ്തഫയാണ് ജനവിധി തേടുന്നത്. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലേക്കുള്ള BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭയിലെ 16 വാർഡുകളിലാണ് BJP മത്സരിക്കുന്നത്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള BJP സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 34 വാർഡുകളുള്ള നഗരസഭയിൽ 16 വാർഡുകളിൽ മാത്രമാണ് BJP ഇപ്രാവശ്യം ജനവിധി തേടുന്നത്. വാർഡ് 1-ൽ P രാധിക, 2-ൽ PK ശാന്ത, 3-ൽ M ബാലസുബ്രഹ്മണ്യൻ, 4-ൽ ജിനീഷ് സാജൻ, 5-ൽ K രതീഷ്, 6-ൽ സൗമ്യ മധുസൂദനൻ, 7-ൽ P ശിവരാമൻ, 8-ൽ P ശോഭന, 9-ൽ T ബേബി, 10-ൽ P ജിത്തു, 11-ൽ ഷിജി രമേശ്, 12-ൽ ബാലസുബ്രഹ്മണ്യൻ. പെരിന്തൽമണ്ണ നഗരസഭയിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കൾക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 3-ാം നമ്പർ വാർഡിൽ
തെരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള സ്ഥാനാർത്ഥിയായ അത്രപ്പള്ളി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും. പെരിന്തൽമണ്ണ നഗരസഭയിലെ 34 വാർഡുകളിലേക്കുമുള്ള LDFന്റെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 6 മുൻ കൗൺസിലർമാർ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. പത്തത്ത് ആരിഫ്, അമ്പിളി മനോജ്, നസീറ ടീച്ചർ, കാരയിൽ സുന്ദരൻ തുടങ്ങിയ മുൻ കൗൺസിലർമാരാണ് വീണ്ടും ജനവിധി തേടുന്നത്. 34 വാർഡുകളിൽ 13 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും 21 മുന്നണി സ്ഥാനാർത്ഥികളുമാണ് പത്രിക സമർപ്പിച്ചത്. നിലവിൽ നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്കയക്കും. പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ തിരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ വ്യക്തമാവുകയുള്ളൂ. CCN പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. KPCC സെക്രട്ടറി V ബാബുരാജിന്റെ സാന്നിധ്യത്തിലാണ് പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 34 വാർഡുകളിലേക്കുമുള്ള UDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം പൂർത്തിയായി. KPCC സെക്രട്ടറി ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് പത്രികാ സമർപ്പണം പൂർത്തീകരിച്ചത്. 34 വാർഡുകളുള്ള പെരിന്തൽമണ്ണ നഗരസഭയിൽ 11 വാർഡുകളിൽ മുസ്ലിം ലീഗ് കോണി അടയാളത്തിൽ മത്സരിക്കും. 6 വാർഡുകളിൽ മുസ്ലിം ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. 11 വാർഡുകളിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിലും 6 വാർഡുകളിൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയതോടെ പെരിന്തൽമണ്ണ നഗരസഭയിലെ 34 വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണം പൂർത്തിയായി. മുൻ കൗൺസിലറും മുസ്ലിം ലീഗ് നേതാവുമായ പച്ചീരി ഫാറൂഖ് UDFനെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുണ്ട്. സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പത്രിക തള്ളാനുള്ള സമയവും കഴിഞ്ഞാലേ പെരിന്തൽമണ്ണ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളുടെ കൂടുതൽ ചിത്രങ്ങൾ പുറത്തുവരൂ. CCN പെരിന്തൽമണ്ണ. അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്ത് പെരിന്തൽമണ്ണ മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് അമിതഭാരം കയറ്റിയ വാഹനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. പെരിന്തൽമണ്ണ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അമിതഭാരം കയറ്റി സർവീസ് നടത്തുന്ന ചരക്ക് ലോറികൾക്കെതിരെ പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ അമിതഭാരം കയറ്റിയും വേണ്ടത്ര റിഫ്ലക്ടറുകളും ലൈറ്റുകളുമില്ലാതെ സർവീസ് നടത്തിയ ലോറികൾക്കെതിരെയാണ് നടപടിയെടുത്തത്. മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത് സേനൻ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ മനോഹരൻ, അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിൽ രാത്രികാല പരിശോധന ശക്തമാക്കുമെന്ന് പെരിന്തൽമണ്ണ ജോയിന്റ് RTO CU മുജീബ് അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്യാം പ്രസാദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നാണ് ശ്യാം പ്രസാദ് ജനവിധി തേടുന്നത്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നാണ് DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ശ്യാം പ്രസാദ് ജനവിധി തേടുന്നത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി കഴിഞ്ഞ ദിവസം ശ്യാം പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്യാം പ്രസാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പ്രയാസങ്ങൾ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ മുഴുവൻ ഡിവിഷനിൽ നിന്നുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മികച്ച വിജയം കൈവരിക്കുമെന്ന് ശ്യാം പ്രസാദ് പറഞ്ഞു. നല്ല പ്രഗത്ഭരായ ആളുകളെയാണ് LDFന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പാനലിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് LDF കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും. ഈ ബ്ലോക്ക് പഞ്ചായത്ത്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുപക്ഷം പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് ജനങ്ങൾ വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഓരോ ദിവസവും ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലയിലുള്ള നല്ല ജനങ്ങളുടെ പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കണം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് എന്തെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയും, ജനങ്ങളുടെ നന്മയ്ക്ക്, ഈ നാടിൻ്റെ പുരോഗതിക്ക്, ഈ സമൂഹത്തിൻ്റെ വികസനത്തിന് എങ്ങനെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് ഇടപെടാൻ വേണ്ടി സാധിക്കും എന്നതിൻ്റെ ഒരു മാതൃക തീർക്കാൻ ഇടതുപക്ഷത്തിന് ജനങ്ങൾ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗിലെ PK മാനുവാണ് ആലിപ്പറമ്പ് ഡിവിഷനിൽ UDFന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. BJPയുടെയും SDPയുടെയും സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. CCN പെരിന്തൽമണ്ണ. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായി. 212 സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു.
21 വാർഡുള്ള താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 106 പുരുഷ സ്ഥാനാർത്ഥികളും 106 വനിതാ സ്ഥാനാർത്ഥികളും ഇതിനോടകം പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇതിൽ മുന്നണി രാഷ്ട്രീയ പാർട്ടികളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉൾപ്പെടും. LDFിലെ 21 സ്ഥാനാർത്ഥികളിൽ 7 സ്ഥാനാർത്ഥികൾ സ്വതന്ത്രരായും 14 പേർ പാർട്ടി ചിഹ്നത്തിലും മത്സരിക്കും. UDF സ്ഥാനാർത്ഥികളിൽ 11 പേർ സ്വതന്ത്രരായും 10 പേർ പാർട്ടി ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നത്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. CCN പെരിന്തൽമണ്ണ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തവണ LDF പട്ടാമ്പി ബ്ലോക്കിൽ ജനവിധി തേടുന്നത്. 15 ഡിവിഷനുള്ള പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. രാവിലെ ബ്ലോക്ക് പഞ്ചായത്തിലെത്തിയാണ് സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് മുമ്പാകെ പത്രിക നൽകിയത്. 15 സീറ്റിൽ കോൺഗ്രസ് 9 ഇടത്തും മുസ്ലിം ലീഗ് 6 ഇടത്തുമാണ് മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ 9 സീറ്റുകളിൽ 5 സീറ്റിലും ലീഗിന്റെ 6 സീറ്റുകളിൽ 3 സീറ്റുകളും വനിതകളാണ് സ്ഥാനാർത്ഥികൾ. കഴിഞ്ഞ ഭരണസമിതിയിൽ കോൺഗ്രസ് നിന്നും അംഗമായിരുന്ന ഷെഫീന ഷുക്കൂർ, മുസ്ലിം ലീഗ് അംഗമായിരുന്ന സജിത വിനോദ് എന്നിവരാണ് വീണ്ടും മത്സരരംഗത്തുള്ളത്. കോൺഗ്രസ് പ്രവർത്തകർ രാവിലെയും ലീഗ് പ്രവർത്തകർ ഉച്ചയ്ക്ക് ശേഷവുമാണ് പത്രിക നൽകിയത്. കഴിഞ്ഞ UDF ഭരണസമിതി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF നേതാക്കൾ. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ UDF ഭരണം നിലനിർത്തും. കഴിഞ്ഞ തവണ മുൻകാലമില്ലാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. പ്രധാനമായി എടുത്തു കാണിക്കാവുന്ന തന്നെ കൊപ്പം ആസ്ഥാനമായിട്ടുള്ള കൊപ്പം CHC ആശുപത്രി വളരെ വലിയ വികസനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ മറ്റേ ടർഫ് കോർട്ട് കൊപ്പത്ത് 30 ലക്ഷം രൂപയിൽ തിരുവപ്പള്ളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കായി ഒട്ടേറെ കാര്യങ്ങൾ ഈ കഴിഞ്ഞ UDFിൻ്റെ അകത്തുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അകത്തുള്ള മുമ്മിലുടെയും കമ്മുകുട്ടി അടുത്തോളുടെയും കാലഘട്ടങ്ങളിൽ നല്ല മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ബ്ലോക്ക് UDF നിലനിർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയവുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 സീറ്റാണ് UDF ഉണ്ടായിരുന്നത്. ഇത്തവണ അതിന് മുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അനുകൂലമായി സീറ്റ് വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 15 സീറ്റിൽ മുസ്ലിം ലീഗ് 6 സീറ്റിലും ഇന്ത്യൻ കോൺഗ്രസ് 9 സീറ്റിലാണ് മത്സരിക്കുന്നത്. പട്ടാമ്പി നഗരസഭയിലേക്കുള്ള മുന്നണി സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. കടുത്ത മത്സരത്തിനാണ് നഗരസഭയിൽ കളമൊരുങ്ങുന്നത്. 28 വാർഡുകളുള്ള പട്ടാമ്പി നഗരസഭയിൽ നിലവിൽ UDFിനാണ് മേൽക്കൈ. 19 സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. 6 സീറ്റുകളിൽ LDFും 3 സീറ്റുകളിൽ BJPയും വിജയം നേടി. എന്നാൽ ഇത്തവണ ഭരണം നിലനിർത്തുവാൻ UDFും പിടിച്ചെടുക്കാൻ LDFും BJPയും ശക്തമായി മത്സരരംഗത്തുണ്ട്. 28 വാർഡുകളിൽ 13ഇടത്ത് മുസ്ലിം ലീഗും 15ഇടത്ത് കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയാണ് UDF ജനവിധി തേടുന്നത്. CPM 22 വാർഡുകളിൽ നിലവിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കഴിഞ്ഞു. BJPയും 22 വാർഡുകളിലാണ് മത്സരിക്കുന്നത്. ഇതിനു പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വാർഡുകളിൽ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ നിന്നും നിലവിലെ കൗൺസിലർമാരായ C സംഗീത, K ബഷീർ, ഷീജ, PP സുനിത തുടങ്ങിയവർ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. UDF ചെയർമാൻ KR നാരായണസ്വാമിയും കോൺഗ്രസിൽ മത്സരരംഗത്തുണ്ട്. എല്ലാ UDFിന്റെ സ്ഥാനാർത്ഥികളും വളരെ പ്രഗത്ഭരും അഭ്യസ്തവിദ്യരുമായിട്ടുള്ള ആളുകളാണ്. ഒക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ മുതൽ ഒക്കെ ഉന്നത വിദ്യാഭ്യാസം നേടിയതും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള നല്ലൊരു ടീമിനെയാണ് UDF ഇത്തവണ ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായും നല്ല വിജയം UDFിന് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടുത്തെ ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമുണ്ട്. മുസ്ലിം ലീഗ് 13 ഇടങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഇതിൽ നിലവിലെ കൗൺസിലർമാരായ CA റാസിയും മുനീറയും വീണ്ടും ജനവിധി തേടുന്നു. CA സാജിദ്, KMA ജലീൽ, CP ബാലൻ തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ 28 വാർഡിലും UDF ഇന്ന് നോമിനേഷൻ കൊടുത്തു പോവുകയാണ്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഒന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പാലിക്കാൻ കഴിയാത്തത്, ശ്മശാനം. അതിപ്പോൾ കളക്ടർക്ക് വിട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത് തന്നെ അത് കളക്ടർ പരിശോധിച്ചിട്ട് അതിൻ്റെ നടപടി സ്വീകരിക്കുമെന്നാണ് പറയാനുള്ളത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റി ആദ്യമായി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വീടില്ലാത്ത ആളുകൾക്ക് മുഴുവൻ വീട് കൊടുക്കുക എന്നുള്ള തീരുമാനമാണ്.
അത് വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. എന്തായാലും അതിനോടനുബന്ധിച്ച് പല വികസന പ്രവർത്തനങ്ങളും പട്ടാമ്പി നഗരസഭയിൽ നടത്താൻ കഴിഞ്ഞു. 700ഓളം വീട് നമ്മൾ കൊടുത്തു. 300ഓളം വീട് ഇപ്പോൾ എഗ്രിമെൻ്റ് വെക്കാൻ പോവുകയാണ്. 9 കോടി രൂപ ലോൺ എടുത്തിട്ടാണ് നമ്മൾ 4 ലക്ഷം രൂപ നമ്മൾ വീടിന് കൊടുക്കുന്നത്. എന്തായാലും പട്ടാമ്പി നഗരസഭയിൽ UDFനെ വിജയത്തിൽ കയറ്റിയ എല്ലാ വോട്ടർമാരെയും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. അകമഴിഞ്ഞ സഹായം UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. LDFിൽ പ്രൊഫസർ CP ചിത്ര, ED ശ്രീജ, MV രാജൻ, വിജയകുമാർ, ശ്രീനിവാസൻ തുടങ്ങി പ്രമുഖരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് നിലവിലുള്ളത്. നിലവിലെ കൗൺസിലർമാരും മത്സരരംഗത്തില്ല. ഭരണം പിടിച്ചെടുക്കുകയാണ് LDF ലക്ഷ്യം. ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഭരണം പിടിക്കുന്നത് യാതൊരു സംശയമില്ല. അത്ര പ്രഗത്ഭരായ കഴിവുള്ള സ്ഥാനാർത്ഥികളുടെ പാനലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ ഇവിടെ ഇതുവരെ തുടങ്ങുന്ന ഭരണസമിതിക്കെതിരായിട്ടുള്ള കടുത്ത അമർഷം ജനങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF വലിയ മുന്നേറ്റം ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ ഈ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കും. NDA BJP സ്ഥാനാർത്ഥികളും ശക്തമായ മത്സരത്തിനാണ് കളത്തിലിറങ്ങുന്നത്. നിലവിലെ കൗൺസിലർമാരിൽ കൃഷ്ണവേണി, വിനീത ഗിരീഷ് എന്നിവർ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. A സുരേഷ്, സുമാ സത്യൻ, TP പ്രിയ, നന്ദിനി തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട്. പട്ടാമ്പി നഗരസഭയിലെ ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് BJP ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് 5 വർഷമായിട്ടുള്ള ഈ ഭരണസമിതി പൂർണ്ണ പരാജയമാണ്. ഒന്നാമത്തെ വിഷയം കുടിവെള്ളം, അതുപോലെ മാലിന്യ സംസ്കരണം, അതുപോലെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിലെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനായി ശക്തമായ ഒരു മത്സരവുമായാണ് BJP ഇത്തവണ രംഗത്തിറങ്ങിയിരിക്കുന്നത്. 28 വാർഡിൽ 22ഓളം വാർഡുകളിൽ BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഈ 22 വാർഡുകളിലും ശക്തമായ മത്സരത്തിനാണ് BJP മുന്നിട്ടിറങ്ങുന്നത്. വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയാകുന്നതോടെ വ്യക്തമായ ചിത്രം നഗരസഭയിൽ വ്യക്തമാകും. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. Dubai Gold and Diamonds, Pride of Generations, Bypass Road, പെരിന്തൽമണ്ണ.